നമസ്കാരം. റേക്കി ശാക്തേയം ധ്യാനവും അതിൻ്റെ രീതികളും എന്ന ഒരു വിഷയത്തെയാണ് പരിചയപ്പെടുന്നത്. രീതികൾ ശാസ്ത്രീയ പദ്ധതികൾ ആയതുകൊണ്ട് അവ ഉപയോഗപ്രദങ്ങളാണ്. അനാവശ്യമായ അലച്ചിലുകളിൽ നിന്നും തിരച്ചിലുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാം. ഒരു രീതികളും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും. റേക്കി ഒരു രീതിശാസ്ത്രമാണ് ധ്യാനത്തിൻ്റെ. ഒരു ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതികളുടെയും സഹായത്തോടെ നിങ്ങൾക്ക് ഒരുപാട് സമയം, അതുപോലെ അവസരവും ഊർജവും ലഭിക്കാൻ ആകും. ചിലപ്പോൾ നിരവധി ജന്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന വളരാൻ കഴിയുന്നതിലേറെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വളർച്ച പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരാം. ശരിയായ ഒരു രീതി ഉപയോഗിക്കുമ്പോൾ വികാസം സ്വാഭാവികമായും സംഭവിക്കുന്ന ഇത്തരം രീതികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി പരീക്ഷിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. ഇവ ഒരാൾ കണ്ടുപിടിച്ചതല്ല, അനേകം സാധകന്മാർ പല സന്ദർഭങ്ങളിലായി കണ്ടെത്തിയിട്ടുള്ളതാണ് ഇതെല്ലാം. റേക്കി മിക്കാവോ ഉസൂയി റീഡിസ്കവേർഡ് ചെയ്തു. അതിനു മുമ്പും റേക്കി എന്ന് പറയുന്ന ശാസ്ത്രീയ ഇല്ലെങ്കിൽ ചികിത്സാ രീതി ഇവിടെ ഉണ്ടായിരുന്നു. മിക്കാവോ ഉസൂയി ക്രൈസ്റ്റിൻ്റെ പാരമ്പര്യത്തെ പിന്തുടർന്നിട്ടാണ് അത് കണ്ടെത്തിയത്. അതിൽ നിന്നും പൂർണ്ണമായ ബിബ്ലിക്കൽ സാഹിത്യത്തിൽ നിന്ന് പൂർണ്ണമായ അറിവ് ലഭ്യമാകാതെ വന്നപ്പോഴാണ് ബുദ്ധൻ്റെ ഹീലിംഗ് സൂത്രാസ് അന്വേഷിച്ച് അദ്ദേഹം മൗണ്ട് കോറിയാമ പർവ്വതത്തിൽ ധ്യാനത്തിലിരുന്നു കൊണ്ട് റേക്കിയെ പുനരാവിഷ്കരിച്ചത്. ഒരുപക്ഷെ നമ്മളെല്ലാം റേക്കി പഠിക്കുന്നത് ഒരു ഗുരുവിൻ്റെ കീഴിൽ ശിക്ഷണത്തിലാണ്. അതേസമയം മിക്കാവോ ഉസൂയെ സംബന്ധിച്ചിടത്തോളം റേക്കി എന്ന് പറയുന്ന പരാവിദ്യ അദ്ദേഹത്തെ പ്രാപിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിലൂടെ അത് സംസ്ഥാപിതമാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് മിക്കാവോ ഉസൂയി റേക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭാവനയാണ് മിക്കാവോ ഉസൂയി ജാപ്പനീസ് സിസ്റ്റം തന്നെ. കാരണം അതിൻ്റെ ലാളിത്യവും അതിൻ്റെ പ്രത്യേകത മരുന്നുകൾ ഇല്ലാതെ തന്നെ രോഗം മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മേന്മ. അപ്പോൾ ഇതൊരു ധ്യാനത്തിലൂടെയാണ് റേക്കി പരിശീലിക്കുന്നത്. അപ്പോൾ പല രീതികളും രീതിശാസ്ത്രങ്ങളും നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു രീതി അവലംബിക്കുകയാണെങ്കിൽ, റേക്കി ഒരു ധ്യാനമായിട്ട് അവലംബിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിന് വളരെ സുഖദായകമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഊർജം നമുക്ക് കിട്ടുന്നതിന് ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു രീതി അവലംബിച്ചാൽ മതി എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നാം ഇതിൻ്റെ രീതികളിൽ, അതായത് നമ്മളുടെ ചലനം സാധ്യമല്ലാത്ത ഒരവസ്ഥയിൽ എത്താത്തിടത്തോളം നിങ്ങളുടെ ജൈവോർജം ചലിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ജൈവോർജം ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിശ്ചലമായ ഒരു അവസ്ഥ സന്ദർഭം കൈവരുമ്പോഴാണ് നമ്മിൽ ഒരു ധ്യാന മുഹൂർത്തം ഉടലെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ജൈവോർജം ചലിച്ചുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും പക്ഷേ ധ്യാനം അവിടെ സംഭവിക്കില്ല. അത് ഏറ്റവും ഉന്നതമായ ശൃംഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ജൈവോർജം. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ജനിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. തനിച്ചു പോയാലും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തും. ഏതെങ്കിലും ഒരു വിദ്യ സ്വമേധയാ ആർജിച്ചെടുത്ത് അതിനെ ഒരു ധ്യാന ക്രിയയായി ചെയ്തു പോന്നു കഴിഞ്ഞാലും ജൈവോർജം ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ
സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ യാത്ര വളരെ നീണ്ടതും ക്ലിഷ്ടവും വിരസവും ആയിത്തീരും, മറ്റാരും അതിന് സഹായവർത്തിത്വം ഇല്ലാത്തതുകൊണ്ട്. ഇതിനു മുമ്പ് പലരും പരീക്ഷിച്ചിട്ടുള്ള ക്രിയകൾ നാം അവലംബിക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എളുപ്പമാർഗങ്ങൾ കടന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ രീതിശാസ്ത്രങ്ങളും സഹായകങ്ങളായേക്കാമെങ്കിലും അവയൊന്നും കൃത്യമായും ധ്യാനമായി ഉൾക്കൊള്ളണമെന്നുമില്ല. പലപ്പോഴും അവ വെറും ഇരുട്ടിൽ തപ്പലാണ്. പെട്ടെന്നൊരു ദിവസം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു സാക്ഷിയായി മാറും. അതാണ് വിറ്റ്നസിങ് മെഡിറ്റേഷൻ്റെ. ഡൈനാമിക്, കുണ്ടലിനി, ബേളിംഗ് എന്നിവയെപ്പോലെ ഏതെങ്കിലും ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ധ്യാനം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾ അനന്യത പ്രാപിക്കും. അനന്യത പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനന്യതയിൽ നിന്ന് വിട്ടുപോന്ന് അനന്യത പ്രാപിക്കാതിരിക്കും. അങ്ങനെ ഒരവസരം എത്തിച്ചേരും. ആ സമയം നിങ്ങൾ നിശബ്ദനായി മാറിയിരിക്കും. അതാണ് മഹാമൗനത്തിൻ്റെ പ്രത്യേകത. അപ്പം നിശബ്ദനായി നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, സാക്ഷിയായിട്ട്, മൗനത്തിലൂടെ. ആ ദിവസം ധ്യാനം സംഭവിച്ചിരിക്കുന്നു. അന്ന് മാത്രമാണ് ധ്യാനം സംഭവിച്ചിട്ടുള്ളൂ. ആ ദിവസം രീതി അല്ലെങ്കിൽ മാർഗം ഒരു തടസ്സവും അല്ലെങ്കിൽ ഒരു സഹായക ക്രിയ പോലുമോ ആകുന്നില്ല അവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യായാമത്തെ പോലെ അതിനെ ഇഷ്ടപ്പെടാം. അതൊരു തരം ചൈതന്യം പ്രദാനം ചെയ്യുന്നു. ഇപ്പോൾ റേക്കി ചെയ്യുമ്പോൾ, ധ്യാനം ഇല്ലാതെ ചെയ്യുമ്പോൾ ഊർജം പ്രസരിക്കുന്ന ഒരവസ്ഥ മാത്രമായിട്ടത് സംജാതമാകും. എന്നാൽ തീർത്തും അതിൻ്റെ ആവശ്യമില്ലാതാനും. യഥാർത്ഥ ധ്യാനം സംഭവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ എൻ്റയർ ബോഡിയിലേക്ക്, അത് ബോഡി മൈൻഡ് സോൾ ഇക്വിലിബ്രിയം ആയ ഒരവസ്ഥയിലേക്ക് റേക്കി നിങ്ങളെ ലീഡ് ചെയ്യും എന്നുള്ളതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ധ്യാനം സാക്ഷ്യപ്പെടലാണ്. റേക്കിയും അതുപോലെ തന്നെ സാക്ഷ്യപ്പെടലാണ്. അതുകൊണ്ടാണ് റേക്കിയിൽ നമ്മൾ ഫലത്തെക്കുറിച്ച് ഭയാശങ്ക കൊണ്ടുവരാറില്ല. രോഗം മാറേണ്ടത് അതിൻ്റേതായിട്ടുള്ള റേക്കിയുടെ ഇൻ്റലിജൻസ് ആ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ചിട്ടാണ് രോഗം മാറ്റുന്നത്. അല്ലാതെ വ്യക്തിയുടെ സാമർഥ്യം കൊണ്ട് അവിടെ ഒരിക്കലും രോഗം മാറുന്നില്ല. ജൈവോർജത്തിൻ്റെ ശുദ്ധീകരണത്തിലൂടെ മാത്രമാണ് അവിടെ രോഗം ഡിസപ്പിയർഡ് ആകുന്നത്. ധ്യാനിക്കുക എന്നാൽ ഒരു സാക്ഷിയായി തീരുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ധ്യാനം ഒരു രീതിശാസ്ത്രമേ അല്ല. അത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കിയേക്കാം. കാരണം ഈ ധ്യാനിക്കുമ്പോൾ സാക്ഷ്യപ്പെടൽ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു സ്പേസ്, ആ സ്പേസിലാണ് ഇതെല്ലാം സംഭവിക്കേണ്ടത്. അപ്പോഴവിടെ കർമ്മത്തിൻ്റെ കോൺസിക്വൻസ്, ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാകുന്നു. രോഗിയെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ ഉണ്ടാകുമോ എന്നുള്ള ഭയം അവിടെ ഉണ്ടാകും. അതേസമയം സാക്ഷ്യപ്പെടലിലൂടെ റേക്കി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഭയത്തിൽ നിന്ന് നമുക്ക് വിമോചനം കൈവരും. അപ്പോൾ പല രീതികളും പല മാർഗങ്ങളും ഓരോ ഗുരുക്കന്മാരും നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും. ആത്യന്തികമായ അർത്ഥത്തിൽ ധ്യാനം ഒരു രീതിയെ അല്ല എന്നുള്ളതാണ്. ധ്യാനമെന്നാൽ അവധാരണമാണ്, ജാഗ്രതയാണ്. എങ്കിലും നിങ്ങൾക്ക് രീതിശാസ്ത്രങ്ങൾ ആവശ്യമാണ് താനും. കാരണം ആത്യന്തികമായ അവധാരണം നിങ്ങളിൽ നിന്നും വളരെ അകലെയാണ്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുവെങ്കിലും നിങ്ങളിൽ നിന്നും വളരെ അകലെ തന്നെയാണത്. വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങൾക്കതിനെ സ്വായത്തമാക്കാം. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് പറക്കാനുള്ള കഴിവില്ലായിരിക്കാം, എന്നാൽ നിങ്ങൾക്ക് പറക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മഹാകാശത്തെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പറക്കാം.
അവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. റെയ്ക്കിയിൽ അതിനുള്ള നൂതന സംവിധാനങ്ങളും വിഷ്വലൈസേഷൻ ടെക്നിക്സും ധ്യാനമുറകളും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരാകാശമുണ്ടെങ്കിൽ ആ ആകാശത്തിൽ നമുക്ക് അനേകം കാര്യങ്ങൾ വിഭാവനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ രോഗികളെ പ്രത്യക്ഷത്തിൽ വരുന്ന ഫിസിക്കൽ ഫോമിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രോഗികളെ നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ആ വിരിഞ്ഞു വരുന്ന ആ മഹാകാശത്തിൽ, ആ സ്പേസിൽ നമ്മൾ ചേർത്ത് നിർത്തുക. അതിൽ വച്ച് നമ്മൾ ഹീൽ ചെയ്യുക. അങ്ങനെ ഹീൽ ചെയ്തു കഴിഞ്ഞാൽ മിറക്കിൾ സംഭവിക്കും. കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ ഒരു സാക്ഷിഭാവത്തിൽ ഈ രോഗിയെ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രോഗം സുഖപ്പെടും. റെയ്ക്കി ചെയ്യുമ്പോൾ നമ്മളുടെ ജൈവോർജ്ജത്തെ ചലിപ്പിച്ചിട്ടാണ്, നമ്മളുടേതല്ല പ്രപഞ്ചത്തിൻ്റെ ജൈവോർജ്ജത്തെ നമ്മിലേക്ക് കൊണ്ടുവന്നിട്ട് അത് നമ്മളൊരു പൈപ്പായിട്ട് ഒരു ഫ്ലോ ഓഫ് എനർജി, കപാലകുണ്ടലങ്ങൾ തുറന്ന് പ്രാണാപാനന്മാർ കൈവെള്ളകളിലൂടെ പുറത്തു വരും. കൈകൾ ഇങ്ങനെ പരസ്പരം അങ്ങനെ അഭിമുഖമായി പിടിക്കുമ്പോൾ തന്നെ നമുക്കത് നല്ല രീതിയിൽ അത് സെൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ രോഗിയുടെ രോഗമുള്ള ഭാഗത്ത് ഓറയിലും ചക്രങ്ങളും നമ്മൾ ആക്ടിവൈസ് ചെയ്യുക. രോഗമുള്ള ഭാഗത്ത് കൈകൾ സ്പർശിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് 18 ഇഞ്ച് വരെ ഉയരത്തിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ രോഗിക്ക് ഊർജം, ജൈവോർജം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും, ഒഴുകിക്കൊണ്ടിരിക്കും. ആ സമയത്തെല്ലാം നാം ഒരു ആകാശം, സ്പേസ്, ഉള്ളിൽ ഒരു സ്പേസ് സങ്കല്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ നമുക്ക് പറക്കാൻ സാധിക്കും. ഉള്ളിൽ ഉള്ള ആകാശത്തിൽ എത്ര ദൂരെയുള്ള രോഗിയെയും നമുക്ക് പറന്ന് പോയി ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും. അതുപോലെ ആ സ്പേസിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, അൾട്ടീരിയർ മോട്ടിവേഷൻ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരാണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം ആ സ്പേസിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ടതിനെ പ്രപഞ്ചബോധത്തിലേക്ക് സബ്മിറ്റ് ചെയ്യുക, സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഫലശ്രുതി ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് നമുക്ക് റെയിൻബോ റേക്കി പ്രാക്ടീസ് ചെയ്യാം. അപ്പം നമ്മളുടെ ഓറയും ചക്രങ്ങളും ട്രാൻസ്പെറൻ്റ് ആവും. പ്രപഞ്ചത്തിൽ നിന്ന് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എൻട്രി ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. നമ്മളുടെ കാലിബർ അത് ഡെവലപ്പ് ചെയ്യും. ചാൻഡിങ് ദി പോളിനേഷൻ സോങ് ഹേലോ കീലോ മാന ഹോലോ സെഹെക്കി സോഹം. Invocation of light, I thank myself for being here, Reiki for being here, myself for being here. Then focus your attention on your forehead. Then check both hands, pulling and pushing sensation or a warmth. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന വല്ലൊരു ഇത് നമുക്ക് അനുഭവപ്പെടും. എന്നിട്ട് ചാൻഡ് ചെയ്യുക, ഹേലോ കീലോ മാന ഹോലു സേക്കി സോഹം 9 times. പിന്നെ ഈ സ്പേസിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്പേസ്, ആ സ്പേസിൽ എപ്പോഴും ഒരു പ്രകാശപൂരിതമായ അവസ്ഥയിൽ നമ്മളതിനെ സങ്കല്പിക്കുക. അതെപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മളുടെ ജീവിതത്തെ മൊത്തത്തിൽ, എൻ്റയർ ലൈഫ് ടോട്ടാലിറ്റി ഈ സ്പേസിൽ ഉൾക്കൊള്ളിക്കുക. ആ സ്പേസിലേക്ക് അനന്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് പ്രവേശിക്കാതിരിക്കാൻ നാം ബോധപൂർവവും ശ്രമിക്കുക. നമ്മളുടെ ജീവിതം തന്നെ സാക്ഷി ആയി നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് പോവുക. അതിനുള്ള എല്ലാ അവസരവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.